ക്രിസ്തു സ്പർശനത്തിൽ സൗഖ്യം വിശ്വസിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കർത്താവായ യേശുനാഥൻ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. കുഷ്ഠരോഗി യേശുവിനോട് അഭ്യർത്ഥിക്കുന്നു. അവൻ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് യേശുവിനോട് പറഞ്ഞു. സമൂഹവും മതവിശ്വാസികളും കുഷ്ഠരോഗികളെ പുച്ഛിച്ച് തള്ളുന്ന ഒരു കാലഘട്ടം. വില്യം ബാർക്ലേ പറയും, അന്നത്തെ പുരോഹിതർ കുരിശെടുത്തുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ മേൽ മരിച്ച വ്യക്തിയുടെ ഖബറടക്ക ശുശ്രൂഷയുടെ പ്രാർത്ഥന ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനായി അല്ലെങ്കിൽ മരിച്ചവളായി അവരെ കാണുന്ന ഒരു സംസ്കാരമായിരുന്നു അന്നത്തേത്. ഒരർത്ഥത്തിൽ കുഷ്ഠരോഗിയുടെ നിസ്സഹായത ബത്സേദ കുളക്കരയിൽ കിടന്ന് തളർവാദ രോഗിയുടേതിനേക്കാളും വലുതായിരുന്നു. കാരണം ഒരു മനുഷ്യരും ആ വ്യക്തിയെ പരിഗണിച്ചിരുന്നില്ല, സഹായിച്ചിരുന്നില്ല, ഒരു മാധ്യസ്ഥം പോലും അവന് വേണ്ടി പറഞ്ഞിരുന്നില്ല എന്നതുതന്നെ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കാരണങ്ങളായി അവരെ അവർ കണ്ടിരുന്നു. യേശുവിൻ്റെ കാലത്ത് റബിമാർ കുഷ്ഠരോഗികളോട് എത്ര മോശമായി പെരുമാറിയെന്ന് ചിലപ്പോൾ പരസ്പരം വീമ്പിളക്കിയിരുന്നു. അവർക്കെതിരെ നിലകൊള്ളുന്നത് ദൈവത്തിന് അനുകൂലമായി നിൽക്കുന്നതിന് തുല്യമാണ് എന്ന് അവർ കരുതിയിരുന്നു. യേശു അവനെ സുഖപ്പെടുത്തുമെന്ന് ആരും അവനോട് പറഞ്ഞിരുന്നില്ല. അവന് യേശു പോലും ഒരു വാഗ്ദാനം ഈ അർത്ഥത്തിൽ സൗഖ്യം നൽകും എന്ന് പറഞ്ഞിരുന്നതുമില്ല. എങ്കിൽ നാം കാണുന്നത് അവൻ വന്നു സാഷ്ടാംഗം വീണു നമസ്കരിച്ചു എന്നാണ്. അതിൻ്റെ മറ്റൊരർത്ഥം അവൻ യേശുവിനെ ആരാധിച്ചു എന്നാണ്. കുഷ്ഠരോഗിയുടെ അപേക്ഷയോടൊപ്പം കുഷ്ഠരോഗി യേശുവിനെ ആരാധിക്കുക കൂടി ചെയ്തു എന്നതാണ് കുഷ്ഠരോഗിയുടെ സൗഖ്യത്തിൻ്റെ പ്രധാന കാരണം. കുഷ്ഠരോഗി നടത്തിയ ഈ പ്രക്രിയയ്ക്ക് ഗ്രീക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് പ്രോസ്കെനിൻ എന്നാണ്. ആ പദം ഒരിക്കലും ദൈവങ്ങളെ ആരാധിക്കുന്നതല്ലാതെ മറ്റൊന്നിനും ഉപയോഗിച്ചിട്ടില്ല എന്ന് വില്യം ബാർക്ലേ എന്ന ചിന്തകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ദൈവിക സാന്നിധ്യത്തിൽ ഒരു മനുഷ്യൻ്റെ ചെയ്തികളെ ഇറക്കി വെക്കുന്നതാണ് അത്. ഇവിടെ കുഷ്ഠരോഗിക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു യേശുവിന് അവനെ സൗഖ്യമാക്കുവാൻ സാധിക്കുമെന്ന്. ഒരേ ഒരു ചോദ്യം യേശുവിന് മനസ്സാകുമോ എന്നതായിരുന്നു. അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യപ്പെടുത്തുവാനാകും. അവന് യേശുവിൽ സമ്പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. ബ്രൂസ് എന്ന ചിന്തകൻ ഇപ്രകാരമാണ് പറഞ്ഞത്: മനുഷ്യർ അത്ഭുതകരമായ സ്നേഹത്തെക്കാൾ അത്ഭുതകരമായ ശക്തിയിൽ വിശ്വസിക്കുന്നു എന്ന്. 2. യേശു കുഷ്ഠരോഗിയെ സ്പർശിക്കുകയും അവൻ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ യേശു കൈനീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധിയുള്ളവനാകുക. തൽക്ഷണം അവൻ്റെ കുഷ്ഠം മാറി അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു എന്ന് വചനം പറയും. യേശുവിൽ നിന്നും ഒരു കല്ലേറ് ദൂരം അവൻ അകലം പാലിച്ചിട്ടുണ്ടാകണം. എന്നാൽ യേശു ഒരു കൈദൂരമല്ല, ഹൃദയം അവൻ്റെ അരികിലേക്ക് എടുത്തു വച്ചുകൊണ്ട് അവനെ സ്പർശിച്ചിട്ടുണ്ടാകണം. അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു, നീ സൗഖ്യമുള്ളവനാവുക. എനിക്ക് നിന്നെ തൊടാം. ഈ കാലഘട്ടത്തിൻ്റെയോ ലോകത്തിൻ്റെയോ വ്യവസ്ഥകളോ അവർ എഴുതി വച്ച നിയമ സംഹിതകളുടെ അകൽച്ചയോ ദുരാചാരങ്ങളോ എനിക്ക് ബാധകമല്ല. എനിക്ക് നിന്നെ തൊടുവാനാണ് ഇഷ്ടം. അങ്ങനെയാണ് നിന്നെ സൗഖ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. യേശുനാഥൻ്റെ ഒരു സ്പർശന ദൂരം മാത്രം മതിയായിരുന്നു ലോകം പൂർണ്ണമായും മാറ്റി നിർത്തിയിരുന്ന കുഷ്ഠം എന്ന വലിയ രോഗത്തിൻ്റെ അടിമയായിരുന്നവനെ സമ്പൂർണ്ണ സൗഖ്യത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി. 3. സൗഖ്യം പ്രാപിച്ച മനുഷ്യനോട് തൻ്റെ രോഗശാന്തിയുടെ സാക്ഷ്യം പുരോഹിതർക്ക് മാത്രം നൽകാൻ
യേശു കൽപ്പിക്കുന്നു. അതിനർത്ഥം അവന് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് അവൻ മറ്റാരോടും പറയരുത് എന്ന് യേശു അവനെ നിഷ്കർഷിക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട് ക്രിസ്തു ഉദ്ദേശത്തെ തടസ്സപ്പെടുത്തുമോ എന്നതുകൊണ്ടാകാം അത്. എന്നാൽ കുഷ്ഠരോഗി യേശുവിനെ അനുസരിച്ചില്ല. പകരം അവൻ പുറത്തുപോയി അത് സ്വതന്ത്രമായി പ്രഖ്യാപിക്കുവാൻ തുടങ്ങി എന്ന് മർക്കോസ് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. യേശുനാഥൻ തൻ്റെ ജീവിത പദ്ധതി ഒരു വശത്തുകൂടി ജീവിക്കുമ്പോഴും വ്യക്തിപരമായി തന്നിലേക്ക് വരുന്നവർക്ക് വ്യക്തിപരമായ സൗഖ്യം നൽകി മുന്നോട്ട് കടന്നു പോകുന്നതാണ് നാം കാണുന്നത്. അതാണ് എല്ലാ സൗഖ്യങ്ങളുടെയും നിദാനം. എന്നെക്കുറിച്ച് ഉള്ള ദൈവത്തിൻ്റെ പദ്ധതി അത് സംഭവിക്കുക തന്നെ ചെയ്യും, നിറവേറുക തന്നെ ചെയ്യും. അപ്പോഴും നിനക്ക് ക്രിസ്തുവിനോടുള്ള വ്യക്തിബന്ധത്തിലൂടെ നിനക്ക് സൗഖ്യവും അനുഗ്രഹവും ദൈവം യേശുനാഥൻ തന്നുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തുവിനോട് വ്യക്തിപരമായ ബന്ധമുള്ളവരായി നമുക്കായിരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.